നിങ്ങളുടെ തകർച്ചയിൽ ഏറ്റവുമധികം സന്തോഷിക്കുന്നത് ആരാണെന്നറിയാമോ? ഞാൻ എന്റെ ജീവനേക്കാൾ വിശ്വസിച്ച ഈ മനുഷ്യനാണോ സത്യത്തിൽ എന്റെ കഴുത്തിന് നേരെ കത്തിമുന പിടിച്ചിരിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ നെഞ്ചു പിടയുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിവിന്റെ തുടക്കമാണ്. അത് ദൂരെയുള്ള ശത്രുവല്ല, മറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച, നിങ്ങളുടെ വിജയത്തിനായി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച നിഴലുകളെപ്പോലെ കൂടെയുള്ളവരാണ്. സ്വന്തം രക്തമോ ഉറ്റ സുഹൃത്തോ ജീവിത പങ്കാളിയോ ആരുമാകാമത്. എന്തുകൊണ്ടാണ് നിങ്ങൾ തോറ്റുപോകുന്നത്? പകൽ മുഴുവൻ പണിയെടുത്തിട്ടും സ്വപ്നങ്ങൾക്ക് പിന്നാലെ കിതച്ചോടിയിട്ടും നിങ്ങൾ ഒരിടത്ത് തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ മോശമായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കാത്തവർ നൽകുന്ന സ്നേഹപൂർണമായ ഉപദേശങ്ങൾ എന്ന വിഷം നിങ്ങൾ അറിയാതെ വിഴുങ്ങുന്നതുകൊണ്ടാണ്. അവർ നിങ്ങളെ പുകഴ്ത്തുന്നത് നിങ്ങളെ വളർത്താനല്ല, മറിച്ച് നിങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം വളർത്തി നിങ്ങളെ കുഴിയിൽ വീഴ്ത്താനാണ്. ചാണക്യൻ പണ്ട് പറഞ്ഞത് ഇന്നും പ്രസക്തമാണ്: പാമ്പിന്റെ വിഷം പല്ലിലാണ്, തേളിന്റേത് വാലിലാണ്, എന്നാൽ ചതിയന്മാരുടേത് അവരുടെ ചിരിയിലാണ്. കൂടെയിരുന്ന് കുഴിതോണ്ടുന്നവർ, പുകഴ്ത്തി ഇല്ലാതാക്കുന്നവർ, സ്നേഹം നടിച്ച് ചിറകരിയുന്നവർ, ഇങ്ങനെ മുഖം മൂടിയണിഞ്ഞ 20 തരം മനുഷ്യരെ ഇന്ന് നമ്മൾ തുറന്നുകാട്ടുന്നു. ഇവരെ തിരിച്ചറിയുന്നത് ക്രൂരതയല്ല, മറിച്ച് ആത്മരക്ഷയാണ്. കണ്ണു തുറന്നു നോക്കുക. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിച്ച് കൊന്നുകളയുന്നുണ്ടോ? എങ്കിൽ ഈ യുദ്ധം നിങ്ങൾ ജയിച്ചു തുടങ്ങേണ്ട സമയമായി. വിട്ടുവീഴ്ചയില്ലാത്ത സത്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇനിയുള്ള ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മുഖംമൂടിയെയും വലിച്ചു കീറാൻ പോകുന്നവയാണ്. ആദ്യത്തേത്, തമാശയുടെ പേരിൽ നിങ്ങളെ പരിഹസിക്കുന്നവർ. തമാശയും അപമാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ചാണക്യനീതി ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ കുറവുകളെ തമാശയായി അവതരിപ്പിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ ഗുണകാംക്ഷികളല്ല. അവർ നിങ്ങളുടെ വികാരങ്ങളെ മാനിക്കുന്നില്ല. നിങ്ങളുടെ വീഴ്ചകളെ ചിരിച്ചു തള്ളിക്കൊണ്ട് തങ്ങളെ തന്നെ മിടുക്കന്മാരായി കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഒരാളുടെ പരിഹാസം നിങ്ങളെ മാനസികമായി തളർത്തുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഗുണവും ചെയ്യില്ല. രണ്ടാമത്, സ്വാർത്ഥരായ മനുഷ്യർ. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കണമെന്നാണ് ചാണക്യന്റെ പക്ഷം. ഇത്തരക്കാർക്ക് സ്വന്തം ലാഭത്തിനായി ആരെയും വേദനിപ്പിക്കാനോ ആർക്കും ദോഷം ചെയ്യാനോ മടിയുണ്ടാവില്ല. മറ്റൊരാളെ സഹായിക്കാനോ അവരുടെ സങ്കടം മനസ്സിലാക്കാനോ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല. നിങ്ങളെക്കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളിടത്തോളം കാലം മാത്രമേ ഇവർ നല്ലവരായി അഭിനയിക്കൂ. ആവശ്യം കഴിഞ്ഞാൽ അവർ നിങ്ങളെ തിരിഞ്ഞുപോലും നോക്കില്ല. ഇത്തരം ബന്ധങ്ങൾ എന്നും ഏകപക്ഷീയമായിരിക്കും. നിങ്ങൾ ആ ബന്ധം നിലനിർത്താൻ കഷ്ടപ്പെടുമ്പോൾ അവർ നിങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. മൂന്നാമത്, അമിതമായി പുകഴ്ത്തുന്നവർ. കാരണമില്ലാതെ നിങ്ങളെ എപ്പോഴും പുകഴ്ത്തി സംസാരിക്കുന്നവരെ സൂക്ഷിക്കണം. നിങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. സത്യത്തിൽ അവർക്ക് നിങ്ങളോട് യാതൊരു സ്നേഹവുമില്ല. നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഇവർ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം കുറവുകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു. നിങ്ങളുടെ അധികാരവും സമ്പത്തും കണ്ടുമാത്രം കൂടെ നിൽക്കുന്ന ഇവർ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാതാകുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് അടുത്ത ആളുടെ അടുത്തേക്ക് പോകും. അതുകൊണ്ട് ഇവരെ യഥാർത്ഥ സുഹൃത്തുക്കളായി ഒരിക്കലും കണക്കാക്കരുത്. നാലാമത്, വഞ്ചനാ സ്വഭാവമുള്ളവർ. മറ്റൊരാളെ മുൻപ് വഞ്ചിച്ചിട്ടുള്ള ഒരാൾ നിങ്ങളെയും എന്നെങ്കിലും ഒരിക്കൽ ചതിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മധുരമായ വാക്കുകളാൽ നിങ്ങളെ വലയിലാക്കി അവർ തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടും. ഇവർ നിങ്ങളോട് കളിക്കുന്നത് അത്രയും തന്ത്രപരമായിട്ടായിരിക്കും. തുടക്കത്തിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ സ്വപ്നലോകത്തെത്തിക്കും. എന്നാൽ പൂർണ്ണമായി വിശ്വസിച്ചു എന്നവർക്ക് ഉറപ്പാകുമ്പോൾ അവർ തങ്ങളുടെ യഥാർത്ഥ സ്വരൂപം പുറത്തെടുക്കും. അവരുടെ യഥാർത്ഥ ലക്ഷ്യം നിങ്ങളെ ഉപയോഗിക്കുക എന്നതാണ്. ഈ ആളുകൾക്ക് നിങ്ങളോട് യഥാർത്ഥ ബന്ധമോ സ്നേഹമോ ഇല്ല. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പലതരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞ് അവർ നിങ്ങളെ ഉപേക്ഷിക്കുകയും നിങ്ങളുടെ ഹൃദയം തകർത്ത് കടന്നുപോവുകയും ചെയ്യും. ഇത്തരക്കാർക്ക് നിങ്ങൾക്ക് വലിയ ദുഃഖം നൽകാൻ കഴിയും. അതിനാൽ അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അല്ലാത്തപക്ഷം നിങ്ങളുടെ ജീവിതം വളരെ പ്രയാസകരമായേക്കാം. അഞ്ചാമത്, നിങ്ങളുടെ പുറകിൽ കുറ്റം പറയുന്ന ആളുകൾ. ഈ ആളുകൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പുകഴ്ത്തും, എന്നാൽ നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളെ വിമർശിക്കും. നിങ്ങളുടെ വിജയത്തെ അവർക്കൊരിക്കലും പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള ഇരട്ടമുഖമുള്ള ആളുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ ചാണക്യനീതി നമ്മെ ഉപദേശിക്കുന്നു. അവരുടെ ലക്ഷ്യം നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കുക എന്നതാണ്. അങ്ങനെ അവർക്ക് സ്വയം മികച്ചവരായി കാണപ്പെടാൻ സാധിക്കും. ചിതലുകൾ മരത്തെ എന്ന പോലെ ഇത്തരം ആളുകൾ ബന്ധങ്ങളെ സാവധാനം നശിപ്പിക്കുന്നു. ആറാമത്തേത്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ. ലഹരിയിൽ നിന്ന് കഴിയുന്നത്ര അകന്നു നിൽക്കണമെന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. കൂടാതെ ലഹരിശീലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളിൽ നിന്നും അകലം പാലിക്കണം. ലഹരി മദ്യത്തിൻ്റെതായാലും മയക്കുമരുന്നിൻ്റെതായാലും ചൂതാട്ടത്തിൻ്റെതായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോശം ശീലങ്ങളായാലും ഇവയെല്ലാം മനുഷ്യന്റെ ചിന്തയെയും വിവേകത്തെയും ജീവിതത്തെയും മോശമായി ബാധിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നവർ പലപ്പോഴും ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം മറന്നുപോകുന്നു. അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു, വഴക്കിടുന്നു, ചിലപ്പോൾ തങ്ങൾക്കും കുടുംബത്തിനും വലിയ ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ അവരുമായി അടുത്തു കഴിഞ്ഞാൽ എപ്പോൾ, എവിടെ, എങ്ങനെ ഒരു വലിയ അപകടം സംഭവിക്കുമെന്ന് പറയാനാവില്ല. അവരുടെ കൂടെ കഴിയുന്നത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും. നിങ്ങൾ നേരിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരുടെ പ്രവൃത്തികൾ കാരണം നിങ്ങൾ നിയമപരമോ മാനസികമോ സാമ്പത്തികമോ ആയ കുഴപ്പങ്ങളിൽ അകപ്പെട്ടേക്കാം. പലപ്പോഴും ഇത്തരം ആളുകളുമായുള്ള സൗഹൃദത്തിലോ സഹവാസത്തിലോ പെട്ട ആളുകൾ
ആളുകൾ തങ്ങളുടെ വർഷങ്ങളായുള്ള കഠിനാധ്വാനവും ബന്ധങ്ങളും അന്തസ്സുമെല്ലാം നഷ്ടപ്പെടുത്തുന്നു. ജീവിതത്തിൽ സമാധാനവും വിവേകവും ആത്മനിയന്ത്രണവും അത്യാവശ്യമാണെന്ന് ചാണക്യനീതി പറയുന്നു. ഇത്തരം ആളുകളുടെ കൂട്ടുകെട്ടിൽ അതൊന്നും സാധ്യമല്ല. അതിനാൽ അവരോട് വിദ്വേഷം കാണിക്കാതെ തന്നെ അവരുമായുള്ള സഹവാസം ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ നന്മയ്ക്ക് നല്ലത്. നമുക്ക് ശാന്തവും മെച്ചപ്പെട്ടതുമായ ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ടുകൾ വിവേകത്തോടെ തിരഞ്ഞെടുക്കണം. ഏഴാമത്തെ തരം നിഷേധാത്മക ചിന്താഗതിയുള്ള അഥവാ നെഗറ്റീവ് മിൻസെറ്റുള്ള ആളുകൾ. സമാധാനത്തിലേക്കും വിജയത്തിലേക്കും മുന്നേറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നെഗറ്റീവ് ചിന്തകളുള്ള ആളുകളിൽ നിന്ന് നാം അകന്നു നിൽക്കണമെന്ന് ചാണക്യനീതി പറയുന്നു. ഇത്തരം ആളുകൾ എപ്പോഴും തങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു തിന്മയോ കുറവോ മാത്രമേ കാണാൻ കഴിയൂ. നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പോലും അവർ അതിൽ പോരായ്മകൾ കണ്ടെത്തും. നെഗറ്റീവ് ആളുകൾ പലപ്പോഴും അവരുടെ പരാജയങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. അവരോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നിങ്ങളുടെ ചിന്താഗതിയെയും അതുപോലെയാക്കും. നിങ്ങളും ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മവിശ്വാസം കുറയുകയും ക്രമേണ നിങ്ങളുടെ മനോവീര്യം തകരുകയും ചെയ്യും. ഇത്തരം ആളുകൾ നിങ്ങളെ മുന്നോട്ടു പോകാൻ പ്രേരിപ്പിക്കുന്നില്ല, മറിച്ച് ഓരോ കാര്യത്തിലും നിങ്ങളെ തടയാനോ ഭയപ്പെടുത്താനോ ശ്രമിക്കുന്നു. അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സ് തളരുകയും ക്രമേണ നിങ്ങളുടെ ഉള്ളിലെ ആവേശം കുറയുകയും ചെയ്യുന്നു. നല്ല രീതിയിൽ ചിന്തിക്കാനും കഠിനാധ്വാനം ചെയ്യാനും ജീവിതം മെച്ചപ്പെടുത്താനും നിങ്ങളെ പ്രേരിപ്പിക്കുന്നവരെ വേണം നിങ്ങളുടെ ചുറ്റും നിർത്താൻ എന്ന് ചാണക്യനീതി പറയുന്നു. അവർ എല്ലാ സാഹചര്യങ്ങളിലും പ്രതീക്ഷ കാണുകയും നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ താങ്ങുകയും ചെയ്യുന്നവരായിരിക്കണം, അല്ലാതെ നിങ്ങളെ കൂടുതൽ താഴേക്ക് തള്ളുന്നവരാകരുത്. അതിനാൽ നിങ്ങളുടെ ജീവിതം ശാന്തവും ശക്തവും പോസിറ്റീവുമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നെഗറ്റീവ് ചിന്താഗതിയുള്ളവരിൽ നിന്ന് അകലം പാലിക്കുന്നത് തന്നെയാണ് വിവേകം. എട്ടാമത്തെ തരം അസൂയയുള്ള ആളുകൾ. നിങ്ങളുടെ വിജയമോ സന്തോഷമോ കണ്ട് അസൂയപ്പെടുന്ന ആളുകളെ നിങ്ങൾ എപ്പോഴെങ്കിലും ചുറ്റും കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ തിളക്കം കണ്ടല്ല, മറിച്ച് നിങ്ങളുടെ വളർച്ചയിലുള്ള അസൂയയാണ് അവരുടെ കണ്ണുകളിലുള്ളത്. ഈ അസൂയ എപ്പോൾ വേണമെങ്കിലും കടുത്ത ശത്രുതയായി മാറാം. ഇത്തരം ആളുകൾ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയും നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്നു. അസൂയ എന്ന വികാരം ഏതൊരു ബന്ധത്തെയും അപകടകരമാക്കാൻ തക്ക ശക്തമാണ്. നിങ്ങളുടെ വിജയത്തെ സ്വന്തം പരാജയമായി കരുതുന്നവർ പലപ്പോഴും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും തന്ത്രങ്ങൾ മെനയാൻ ശ്രമിക്കും. ഇത്തരം ആളുകളിൽ നിന്ന് കഴിയുന്നത്ര അകന്നു നിൽക്കണം. കാരണം അവരുടെ വെറുപ്പും അസൂയയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങളെ വഴിതിരിച്ചുവിടുകയും നിങ്ങളുടെ മനോവീര്യം തകർക്കുകയും ചെയ്യും. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നിങ്ങളുടെ വിജയത്തെ തങ്ങളുടെ അഭിമാനമായി കാണുന്നവരാണവർ. എന്നാൽ അസൂയയുള്ളവർ നിങ്ങളുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ കറുത്ത മേഘം പോലെയാണ്. ഈ ആളുകൾ നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വരുത്തുമെങ്കിലും അവരുടെ ഉള്ളിലെ അസൂയ പതുക്കെ നിങ്ങളുടെ നേരെ വളരുന്നു. നിങ്ങൾക്ക് അവരുടെ കണ്ണുകളിൽ ഇത് അനുഭവിക്കാൻ കഴിയും. ചിലപ്പോൾ അവരുടെ വാക്കുകൾ പോലും അവരുടെ യഥാർത്ഥ വികാരങ്ങളെ വെളിപ്പെടുത്തും. അസൂയ ഉള്ളിൽ കത്തുന്ന ഒരു തീയോട് സമാനമാണ്. ഈ തീ നിങ്ങൾക്കും ദോഷം ചെയ്യും. ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനത്തിന്റെയും വിജയത്തിന്റെയും താക്കോലാണ്. കാരണം നിങ്ങൾ അവരിൽ നിന്ന് അകന്നു നിൽക്കുന്നതുവരെ നിങ്ങളുടെ പാത തടസ്സങ്ങളില്ലാതെ വ്യക്തമാവുകയില്ല. ഒൻപതാമത്തെ തരം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവർ. മറ്റുള്ളവരുടെ അതീവ രഹസ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പരസ്യമാക്കുന്നവർ നിങ്ങളുടെ രഹസ്യങ്ങളും ഒരിക്കലും കാത്തുസൂക്ഷിക്കില്ലെന്ന് ഉറപ്പിച്ചു വിശ്വസിക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറച്ചുവെക്കുന്നതിനു പകരം അവ പുറത്തു പറയുന്നവരാണ് ഇത്തരക്കാർ. ഒരാൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് മറ്റൊരാളുടെ അതീവ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായും എന്നെങ്കിലും അവർ നിങ്ങളുടെ രഹസ്യങ്ങളും മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയും. ഇത്തരം ആളുകളോട് രഹസ്യങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. നിങ്ങളുടെ ആഴത്തിലുള്ള രഹസ്യങ്ങൾ അവർ അറിഞ്ഞാൽ അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ അവർ ഒട്ടും വൈകിക്കില്ല. അവർ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തേക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങളെ നിർബന്ധിച്ചേക്കാം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ്യത തകർത്ത് രഹസ്യങ്ങൾ പരസ്യമാക്കി നിങ്ങളെ അപമാനിച്ചേക്കാം. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ വ്യക്തിപരവും പ്രധാനപ്പെട്ടതുമായ രഹസ്യങ്ങൾ അത്തരക്കാർ അറിഞ്ഞാൽ അവരുടെ കണ്ണിൽ നിങ്ങൾക്ക് എന്ത് മൂല്യമുണ്ടാകും? അവർ നിങ്ങളുടെ ബഹുമാനത്തെയും അന്തസ്സിനെയും ജീവിതത്തെ പോലും പണയപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് ഇത്തരക്കാരിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ബുദ്ധി. അവരുമായി ഒരിക്കലും ഗൗരവമുള്ള കാര്യങ്ങൾ പങ്കുവെക്കരുത്, കാരണം അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ആരുടെയെങ്കിലും സത്യസന്ധതയിലും വിശ്വാസ്യതയിലും സംശയമില്ലെങ്കിൽ മാത്രം അവരോട് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നതാണ് ബുദ്ധി. കാരണം എപ്പോഴെങ്കിലും ഈ രഹസ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിനയായേക്കാം. പത്താമത്തെ തരം വിഡ്ഢികൾ. ചാണക്യനീതി അനുസരിച്ച് വിഡ്ഢികളായ വ്യക്തികളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണം. വിഡ്ഢിത്തം എന്നത് ഒരാളെയും ഒന്നും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു ഇരുണ്ട ഇടവഴിയാണ്. ഒരു വിഡ്ഢിയെ എത്ര ഉപദേശിച്ചാലും അവൻ അത് മനസ്സിലാക്കില്ല. അവൻ അറിവിനെയോ ഉപദേശത്തെയോ സ്വന്തം യുക്തി കൊണ്ട് നിഷേധിക്കുകയും അതിന്റെ മൂല്യം തിരിച്ചറിയാതിരിക്കുകയും ചെയ്യും. സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാത്തവരും സങ്കുചിതമായ ചിന്താഗതികളിൽ നിന്ന് പുറത്തുവരാൻ തയ്യാറാകാത്തവരുമായ ആളുകളുമായുള്ള സംസാരമോ തർക്കമോ വെറും സമയവും ഊർജവും പാഴാക്കൽ മാത്രമാണ്. വിഡ്ഢികൾ എപ്പോഴും സ്വന്തം വാദങ്ങളിലും അന്ധവിശ്വാസങ്ങളിലും കുടുങ്ങിക്കിടക്കുകയും നല്ല ചിന്തകളെയോ ഉപദേശങ്ങളെയോ തള്ളിക്കളഞ്ഞ് നിങ്ങളുടെ സമയവും അധ്വാനവും നശിപ്പിക്കുകയും ചെയ്യും. എത്ര സത്യസന്ധമായി നിങ്ങൾ ശരിയായ വഴി കാണിച്ചു കൊടുത്താലും
അവർ അവരുടെ താളം തെറ്റിയ ചിന്തകളിൽ തന്നെ ഉറച്ചു നിൽക്കും. അത്തരക്കാർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തെയും മാനസിക സമാധാനത്തെയും ബാധിക്കുകയും ചെയ്യും. അതിനാൽ വിഡ്ഢികളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയുടെയും സമയത്തിന്റെയും വില തിരിച്ചറിയുന്നതിനുള്ള മികച്ച മാർഗമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറല്ലാത്തവർക്കായി നമ്മുടെ ഊർജം ചിലവാക്കുമ്പോൾ നമ്മൾ തന്നെ നെഗറ്റിവിറ്റിയിലേക്കും നിരാശയിലേക്കും വഴുതി വീഴുന്നു. അതുകൊണ്ട് വിഡ്ഢികളിൽ നിന്ന് അകന്നു നിന്ന് സ്വന്തം ഊർജം ശരിയായി വിനിയോഗിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. 11ാമത്തെ തരം, എപ്പോഴും വിമർശിക്കുന്നവർ. നിങ്ങളുടെ ഇഷ്ടങ്ങളെയും തീരുമാനങ്ങളെയും പ്രവർത്തികളെയും എപ്പോഴും വിമർശിക്കുന്നവർ യഥാർത്ഥത്തിൽ സ്വന്തമായി ഒന്നും ചെയ്യാൻ ധൈര്യമില്ലാത്തവരാണ്. നിങ്ങൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കാനാണ് അവർ എപ്പോഴും ശ്രമിക്കുന്നത്. അവർ നിങ്ങളുടെ വിജയങ്ങളെ അവഗണിക്കുകയും നിങ്ങളുടെ ചെറിയ തെറ്റുകളെ വലുതാക്കി കാണിക്കുകയും ചെയ്യുന്നു. ഇത്തരക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ പോരാട്ടം എത്ര വലുതായിരുന്നുവെന്നോ നിങ്ങൾ എവിടെ എത്താനാണ് ശ്രമിക്കുന്നതെന്നോ മനസ്സിലാക്കാൻ അവർക്കൊരിക്കലും കഴിയില്ല. 12ാമത്തെ തരം, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നവർ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആരോഗ്യവും കുടുംബവും ജോലിയും തുടങ്ങി എല്ലാം ഉണ്ടെന്ന് കരുതുക. എന്നിട്ടും എപ്പോഴും സങ്കടപ്പെട്ടിരിക്കാൻ ആരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കാരണവുമില്ലാതെ എപ്പോഴും സങ്കടം പറയുന്നവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ചാണക്യനീതി അനുസരിച്ച് ദൈവം നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും എല്ലാ കാര്യങ്ങളിലും കുറവുകളും സങ്കടങ്ങളും മാത്രം കണ്ടെത്തുന്നവരുണ്ട്. ഇവർ എപ്പോഴും സ്വന്തം വേദനകൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും. അവരുടെ ചിന്തകളും വികാരങ്ങളും മറ്റുള്ളവരിൽ വലിയ സ്വാധീനം ചെലുത്തും. തുടർച്ചയായി സങ്കടം പറയുന്നവരോട് ഇടപഴകുന്നത് വഴി നിങ്ങളും പതുക്കെ ആ അവസ്ഥയിലേക്ക് മാറിയേക്കാം. ഇത് ഒരു പകർച്ചവ്യാധി പോലെയാണ്. ആദ്യം ചെറിയ തോതിൽ ബാധിക്കുകയും പിന്നീട് അത് നിങ്ങളുടെ മാനസികാവസ്ഥയെ പൂർണ്ണമായും തകിടം മറിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സങ്കടം നിറഞ്ഞ മനുഷ്യരുടെ ഇടയിൽ കഴിയുമ്പോൾ നിങ്ങളും ദുഃഖിതരാകുന്നത്. സന്തോഷവും ദുഃഖവും മനസ്സിന്റെ ഉള്ളിലാണെന്ന് എപ്പോഴും ഓർക്കുക. ചിരിയും കണ്ണുനീരും സന്തോഷവും സങ്കടവുമെല്ലാം മാനസികാവസ്ഥയുടെ പകർന്നു നൽകലുകളാണ്. നിങ്ങളുടെ ജീവിതം സന്തോഷകരവും സമാധാനപൂർണവുമായിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരക്കാരിൽ നിന്ന് അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ എവിടെ പോയാലും സന്തോഷം പകരുക. അങ്ങനെ പോസിറ്റിവിറ്റി നിങ്ങളുടെ ചുറ്റുമുള്ളവരിലും സ്വാധീനം ചെലുത്തട്ടെ. 13ാമത്തെ തരം, വിപരീത സ്വഭാവമുള്ളവർ. ചാണക്യനീതിയിൽ പറയുന്നതനുസരിച്ച് പാമ്പും കീരിയും ആടും പുലിയും ആനയും ഉറുമ്പും സിംഹവും പട്ടിയും ഒരിക്കലും സുഹൃത്തുക്കളാകാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിന് തികച്ചും വിപരീതമായിട്ടുള്ളവരിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം. അത്തരക്കാർ തുടക്കത്തിൽ നമ്മളോട് സ്നേഹത്തോടെയും നല്ല രീതിയിലും പെരുമാറിയേക്കാം എന്നത് സത്യമാണ്. പക്ഷേ അത് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും. ഒടുവിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരികയും അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുകയും ചെയ്യും. വിപരീത പ്രകൃതിയുള്ള മൃഗങ്ങളുമായുള്ള സൗഹൃദം ഒരിക്കലും സുരക്ഷ നൽകില്ല എന്നതുപോലെ നമ്മുടെ സ്വഭാവത്തിന് നിരക്കാത്തവരിൽ നിന്ന് ജീവിതത്തിൽ അകലം പാലിക്കണം. അവരുടെ പെരുമാറ്റം പെട്ടെന്ന് മാറിയേക്കാം. അത് നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് സ്വന്തം സുരക്ഷയ്ക്കും മാനസിക സമാധാനത്തിനുമായി അത്തരക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. കാരണം തുടക്കത്തിൽ കാണുന്ന സ്നേഹം പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. 14. അഹങ്കാരികൾ. തങ്ങളൊന്നുമല്ലെങ്കിൽ പോലും അഹങ്കാരം കൊണ്ട് നടക്കുന്ന, മറ്റുള്ളവരുടെ മേൽ അനാവശ്യമായി അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒട്ടേറെ വ്യക്തികളുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ സമ്പത്തും പദവിയും ആദരവുമെല്ലാം ഉള്ളവരായിരിക്കും. അതിന്റെ പേരിലായിരിക്കും അവർ അഹങ്കരിക്കുന്നത്. ഈ രണ്ടു കൂട്ടരിൽ നിന്നും അകലം പാലിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലാത്തപക്ഷം ഇവർ നിങ്ങളിൽ അപകർഷതാബോധം ഉണ്ടാക്കുകയും എപ്പോഴും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യും. ഓരോ വ്യക്തിയിലും അല്പസ്വല്പം അഹങ്കാരം ഉണ്ടാകുമെന്നത് ശരിയാണ്. എന്നാൽ അത് പരിധി വിടുകയാണെങ്കിൽ അത്തരമൊരു വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളുടെ സുഹൃത്താകാൻ കഴിയില്ല. നിങ്ങളുടെ ഒരു സുഹൃത്ത് സ്വന്തം കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയും നിങ്ങളുടെ അഭിപ്രായം തന്റേതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന ഒരൊറ്റ കാരണത്താൽ അത് തള്ളിക്കളയുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഒരു അഹങ്കാരിയോടാണെന്ന് ഉറപ്പിക്കാം. അത്തരക്കാർ സ്വന്തം അഹം നിലനിർത്താൻ മണിക്കൂറുകളോളം വഴക്കിടും. നിങ്ങൾ എന്തു പറയുന്നു എന്നത് അവർക്കൊരു പ്രശ്നമേയല്ല. അവരുടെ കാഴ്ചപ്പാടിൽ അവർ മാത്രമാണ് ശരി. ഒരു സാഹചര്യത്തിലും സ്വന്തം തെറ്റ് സമ്മതിക്കാൻ അവർ തയ്യാറാകില്ല. ഇങ്ങനെയുള്ളവരോട് ഇടപഴകാനുള്ള ഏക വഴി അവർ പറയുന്നതിനെല്ലാം അതെ എന്ന് സമ്മതിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. 15. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവർ. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഉടനടി മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നവരാണിവർ. എവിടെയാണ് എങ്ങനെയാണ് തങ്ങൾക്ക് തെറ്റ് പറ്റിയതെന്ന് ഇവർ ഒരിക്കലും സമ്മതിക്കില്ല. സ്വന്തം കുറവുകൾ മറച്ചുവെക്കാൻ ഇവർ പരമാവധി ശ്രമിക്കുകയും തങ്ങൾ നിരപരാധികളാണെന്ന് സ്ഥാപിക്കാൻ പാടുപെടുകയും ചെയ്യും. ആത്മവികാസത്തിന് ആത്മപരിശോധനയും സ്വന്തം തെറ്റുകൾ അംഗീകരിക്കലും അത്യന്താപേക്ഷിതമാണെന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ഇക്കൂട്ടർ സ്വന്തം തെറ്റുകൾ സമ്മതിക്കാൻ മടിക്കുക മാത്രമല്ല, മറ്റുള്ളവരെയും ആ ശീലത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ക്രമേണ നിങ്ങളും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശീലിച്ചേക്കാം. ആ ശീലം ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തെ ശൂന്യമാക്കും. തെറ്റുകൾ അംഗീകരിക്കാതിരിക്കുന്നതും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതുമാണ് ഏറ്റവും എളുപ്പവഴിയെന്ന് ഇവർ നിങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ രീതി ജീവിതത്തെ ലക്ഷ്യങ്ങളിൽ നിന്ന് അകറ്റുന്നു. അതുകൊണ്ട് ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവർ നിങ്ങളുടെ പുരോഗതി തടയുക മാത്രമല്ല, ജീവിതത്തിലെ യഥാർത്ഥ ഉത്തരവാദിത്തങ്ങളുടെ മൂല്യം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുകയും അവയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമേ
യഥാർത്ഥ വിജയവും ആത്മവികാസവും സാധ്യമാകൂ. 16 ആവശ്യം വരുമ്പോൾ കൂടെയില്ലാത്തവർ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുന്നത് പ്രതിസന്ധികളിലാണ്. ജീവിതം സുഗമമായി മുന്നോട്ടു പോകുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ടാകും. എന്നാൽ യഥാർത്ഥ പരിശോധന നടക്കുന്നത് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ളപ്പോൾ കൂടെയുണ്ടായിരുന്നവർ പെട്ടെന്ന് അപ്രത്യക്ഷരാകുകയോ ഒഴികഴിവുകൾ പറയുകയോ വഴിമാറിപ്പോകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാനുള്ള വ്യക്തമായ സൂചനയാണ്. കാര്യങ്ങളെല്ലാം ശുഭകരമായി നടക്കുമ്പോൾ മാത്രമേ ഇവർ നിങ്ങളുടെ കൂടെയുണ്ടാകൂ. അവർ നിങ്ങളുടെ സഹായങ്ങൾ മുതലെടുക്കും. എന്നാൽ ഒരു പ്രശ്നം വരുമ്പോൾ സ്വാർത്ഥത കാരണം നിങ്ങളെ കൈവിടും. അവരുടെ കൂട്ട് വെറും പ്രഹസനമായിരുന്നു എന്നതിന്റെ തെളിവാണിത്. യഥാർത്ഥ സുഹൃത്തുക്കൾ പ്രതിസന്ധികളിലും കൂടെ നിൽക്കുന്നവരാണ്. എല്ലാ സാഹചര്യങ്ങളിലും അവർ നിങ്ങളെ പിന്തുണയ്ക്കും. അതിനാൽ സ്വന്തം സൗകര്യത്തിനും ലാഭത്തിനും വേണ്ടി മാത്രം കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ഒഴിഞ്ഞുമാറേണ്ടത് അത്യാവശ്യമാണ്. കാരണം യഥാർത്ഥ സുഹൃത്തുക്കൾ കഷ്ടപ്പാടുകളിൽ സഹായിക്കുക മാത്രമല്ല, നിങ്ങളുടെ കരുത്തായി നിലകൊള്ളുകയും ചെയ്യും. 17 ലജ്ജയില്ലാത്തവരും ഉത്തരവാദിത്തമില്ലാത്തവരുമായ ആളുകളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണമെന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. ഇത്തരക്കാർ സ്വന്തം അന്തസ്സിന് വില നൽകില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ മാന്യതയെ അവഗണിക്കുകയും ചെയ്യുന്നു. യാതൊരു മടിയും വിവേകവുമില്ലാതെ എവിടെ വെച്ചും എപ്പോഴും ഇവർ പരിധികൾ ലംഘിച്ചേക്കാം. ഇത് സാമൂഹിക മര്യാദകളെ തകർക്കുക മാത്രമല്ല, മറ്റുള്ളവരുടെ പ്രതിച്ഛായയെ കൂടി കളങ്കപ്പെടുത്തുന്നു. ഇത്തരം ആളുകളുമായി നിങ്ങൾ കൂട്ടുചേർന്നാൽ അവരുടെ അച്ചടക്കമില്ലാത്തതും ബഹുമാനമില്ലാത്തതുമായ പെരുമാറ്റം നിങ്ങളെയും ബാധിക്കും. ക്രമേണ നിങ്ങളും അവരെപ്പോലെ പെരുമാറാൻ തുടങ്ങിയേക്കാം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രതിച്ഛായയെ മാത്രമല്ല, സാമൂഹിക ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കും. ആളുകൾ ഇത്തരക്കാരെ നോക്കുന്ന അതേ കണ്ണിലൂടെ തന്നെ നിങ്ങളെയും നോക്കാൻ തുടങ്ങും. അതുകൊണ്ട് സ്വന്തം അന്തസ്സും നല്ല ബന്ധങ്ങളും നിലനിർത്താൻ ഇത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ബുദ്ധിപരമാണ്. അത് നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയും ചെയ്യും. ഇത്തരം ആളുകൾ ജീവിതത്തിൽ നിഷേധാത്മകതയും പ്രശ്നങ്ങളും മാത്രമേ കൊണ്ടുവരൂ. അവരിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മഗൗരവത്തോടെയും ബഹുമാനത്തോടെയും മാതൃകാപരമായ ജീവിതം നയിക്കാൻ സാധിക്കും. 18 ദേഷ്യക്കാരൻ. ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് പ്രകോപിതരാകുന്നവർ, സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തവർ എന്നിവർ തങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ അപകടകാരികളാണെന്ന് ചാണക്യനീതി വ്യക്തമാക്കുന്നു. അത്തരക്കാർ ആരോടും ആത്മാർത്ഥത കാണിക്കില്ല. കാരണം അവരുടെ ദേഷ്യം ബന്ധങ്ങളെ തകർക്കും. ഇവർ ചിന്താശൂന്യമായി ഏത് നിമിഷവും നിങ്ങളെ അപമാനിച്ചേക്കാം. അവരുടെ ദേഷ്യം നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്തുക മാത്രമല്ല, മാനസിക സമാധാനം കെടുത്തുകയും ചെയ്യും. ദേഷ്യം വരുമ്പോൾ മനുഷ്യന് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയില്ല. അവർക്കെല്ലാം സ്വന്തം വികാരങ്ങളുടെയും ആവേശത്തിന്റെയും ഫലം മാത്രമായി മാറും. ഈ സമയത്ത് അവർ മറ്റുള്ളവരോട് നീതികേട് കാണിക്കുക മാത്രമല്ല, ദേഷ്യത്തിന്റെ ഫലമായി തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുകയുമാണ് ചെയ്യുന്നത്. ഇത്തരം ക്രോധ സ്വഭാവമുള്ളവരെ വിശ്വസിക്കുന്നത് എപ്പോഴും അപകടകരമാണ്. കാരണം അവരുടെ വികാരങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാം. എപ്പോഴാണ് അവരുടെ ദേഷ്യം നിങ്ങളിലേക്ക് തിരിയുക എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരക്കാരിൽ നിന്ന് അകലം പാലിക്കുന്നതും ബന്ധങ്ങൾ ഒരു പരിധിവരെ മാത്രം സൂക്ഷിക്കുന്നതുമാണ് ഉചിതം. അവരിൽ നിന്ന് അകന്ന് സമാധാനത്തിലേക്കും സമചിത്തതത്തിലേക്കും നീങ്ങുക എന്നതാണ് ഇത്തരം ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴി. 19 നുണയന്മാർ. എപ്പോഴും നുണ പറയുന്നവർ, ഏത് സാഹചര്യത്തിലും അസത്യം പറയാൻ ശീലിച്ചവർ എന്നിവരിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കണം. ഇത്തരക്കാർ നിങ്ങളുടെ വ്യക്തിത്വത്തെ തകർക്കാൻ ശ്രമിക്കുക മാത്രമല്ല, മറ്റുള്ളവർക്കെതിരെ നിങ്ങളെ തിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ മറ്റുള്ളവരെ നിർത്താനോ മിടുക്കരായിരിക്കും. നുണ പറയുന്നതിൽ ഇവർ എത്രത്തോളം വിദഗ്ധരാണെന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ വലിയ കുഴപ്പങ്ങളിൽ ചാടിച്ചേക്കാം. സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നുണ പറയുമ്പോൾ നിങ്ങളുടെ പ്രതിച്ഛായ തകരുന്നതിൽ അവർക്ക് യാതൊരു മടിയും തോന്നില്ല. അവർ നിങ്ങളുടെ വാക്കുകൾ വളച്ചൊടിച്ച് മറ്റുള്ളവരിലെത്തിക്കുകയും നിങ്ങൾക്കെതിരെ അഭ്യൂഹങ്ങൾ പരത്തുകയും ചെയ്യും. സ്വാർത്ഥതയ്ക്കായി ഇവർ ഏതറ്റം വരെയും പോകും. അവരുമായുള്ള സൗഹൃദമോ വിശ്വാസമോ നിങ്ങൾക്ക് മാനസികമായും സാമൂഹികമായും വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കും. അതിനാൽ ഇത്തരം നുണയന്മാരിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ബുദ്ധി. ഏതൊരു ബന്ധത്തിലും സത്യസന്ധതയും വിശ്വാസവുമാണ് ഏറ്റവും പ്രധാനം. നുണയന്മാർ ഇവ രണ്ടിനെയും അപകടത്തിലാക്കുന്നു. അവരിൽ നിന്ന് അകലം പാലിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തുലിതാവസ്ഥയും നിലനിർത്താൻ സഹായിക്കും. 20 സാഹചര്യം മാറുന്നതിനനുസരിച്ച് നിറം മാറുന്നവർ. നിങ്ങൾക്ക് പണമോ പദവിയോ സാമൂഹിക സ്വാധീനമോ ഉള്ളിടത്തോളം കാലം മാത്രമേ ഇത്തരം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നിങ്ങളുടെ സാഹചര്യം മാറുകയും പ്രതിസന്ധികൾ വരികയോ നിങ്ങളുടെ സ്വാധീനം കുറയുകയോ ചെയ്താൽ ഇവർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങും. ഒരു കാലത്ത് നിങ്ങളുടെ ഒപ്പം ചിരിക്കുകയും എല്ലാ നിമിഷങ്ങളിലും പങ്കുചേരുകയും ചെയ്തിരുന്നവർ തന്നെയായിരിക്കും പിന്നീട് നിങ്ങളെ തിരിച്ചറിയാൻ പോലും മടിക്കുന്നത്. ഇവരുടെ സൗഹൃദം സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, അല്ലാതെ നല്ല മനസ്സുകൊണ്ടുള്ളതല്ല. അവർ ഓന്തിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കും. ലാഭമുള്ളപ്പോൾ ഏറ്റവും മധുരമായി സംസാരിക്കുകയും നിങ്ങൾ തളർന്നു നിൽക്കുമ്പോൾ ആദ്യം തന്നെ കൈവിടുകയും ചെയ്യും. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളെന്ന് ചാണക്യനീതി പറയുന്നു. സമയം നോക്കി നിറം മാറുന്നവർ നിങ്ങളുടെ തിളക്കത്തെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ, നിങ്ങളുടെ സ്വഭാവത്തെയല്ല. അത്തരക്കാരുമായി ബന്ധം പുലർത്തുക എന്നതിനർത്ഥം നിങ്ങളുടെ ആത്മാഭിമാനവും വികാരങ്ങളും വ്യക്തിത്വവും പണയപ്പെടുത്തുക എന്നാണ്. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ തകർന്നിരിക്കുന്ന സമയത്ത് ഇവർ നിങ്ങൾക്ക് വലിയ മുറിവുകളായി മാറും.
അതുകൊണ്ട് യഥാർത്ഥവും സുസ്ഥിരവുമായ ബന്ധങ്ങൾക്കായി നിങ്ങളെ തന്നെ കരുതി വയ്ക്കാൻ ഇത്തരം ആളുകളിൽ നിന്ന് യഥാസമയം അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഈ 20 തരം വിഷലിപ്തരായ ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇവരെ തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. അവരിൽ നിന്ന് അകലം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളെ മാനസികമായും വൈകാരികമായും ആത്മീയമായും ആരോഗ്യവാനും സ്വതന്ത്രനുമാക്കി മാറ്റുക. ഇനി തീരുമാനം നിങ്ങളുടേതാണ്. കണ്ണുകൾ അടച്ചുപിടിക്കണോ അതോ തുറന്നു പിടിക്കണോ? ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരം വിഷലിപ്തരായ വ്യക്തികളെ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.